ഹായ് കൂട്ടുകാരെ, ടെക്നോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ചില്ലി റെഡിയാക്കി നോക്കിയാലോ? അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളെ വീഡിയോ ഫുള്ള് കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ബീഫ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നമ്മളിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ ഞാനൊരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത്, ഒരല്പം മതിയിട്ട വെള്ളം, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും, ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. ഒരുപാട് വേവ് പാടില്ല, ഒരു 1-2 വിസിൽ മാത്രം മതി. അപ്പോൾ നമ്മളെ ബീഫ് ഒരു 2-3 വിസിൽ വന്നു, നന്നായി വെന്തുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മസാല തേച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഞാനിത് മസാല തേക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മതി മുളക് പൊടി. നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ മറ്റേത് ചേർത്താൽ മതി. 1 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഒരല്പം കളറി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ്, നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നല്ലോണം നോക്കി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബീഫ് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. സാവധാനം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ബീഫ് പൊട്ടിപ്പോവും. ബീഫ് പൊട്ടി പോകാതെ നോക്കണേ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പില. അപ്പോൾ അതൊരു പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കുക. പിന്നെ ഇത് കരിയാതെ നോക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഇതിൽ ബീഫ് പൊരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ അങ്ങനെ വറുത്ത് കോരിയത്. ഇത് നമ്മളിങ്ങനെ അടുപ്പിച്ചിടാതെ ഇങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മളെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുകയാണ്. ഈ ഒരു പാകത്തിന് നിൽക്കണം. അങ്ങനെ ഞാൻ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്ത് ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. ഹായ്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.